തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അടികിട്ടിയിട്ടും സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും പഠിച്ചിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് എം.എൽ.എ. എലപ്പുള്ളി മണ്ണുകാട് സ്ഥലം ഏറ്റെടുത്ത ബ്രൂവറിക്കെതിരെ നടത്തിയ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യക്കമ്പനിക്ക് ഒത്താശ ചെയ്യുന്നവരെ ജനം ആട്ടിയോടിക്കുമെന്നും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും പ്രവർത്തിക്കുന്നത് ഒയാസിസ് കമ്പനിയുടെ സിഇഒമാരെ പോലെയാണ്. ഇനിയൊരു പ്ലാച്ചിമട കേരളത്തിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല. ശുദ്ധജലത്തിനും മണ്ണിനും വേണ്ടിയുള്ള മണ്ണുക്കാട്ടെ ജനതയുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി കോടതി അനുമതി റദ്ദാക്കിയെങ്കിലും ഇടതുപക്ഷവും മദ്യക്കമ്പനി അധികൃതരും ഇനിയും തിരിച്ചുവരാൻ സാധ്യതയുണ്ട്. അതിനെ ജീവൻ കൊടുത്തും നേരിടുമെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. ഈ ഗ്രൗണ്ട് വാട്ടർ ചൂഷണം ചെയ്താൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ഭൂകമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത് കണക്കിലെടുക്കുമ്പോൾ ഒരടി മുന്നോട്ട് പോകാൻ പാടില്ല. തെറ്റായ ഒത്തിരി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് പിന്മാറണം. ജനങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും. സംസ്ഥാന തലത്തിലുള്ള വിഷയമായി, ദേശീയ തലത്തിലുള്ള വിഷയമായി കൊക്കോകോളയുടെ വിഷം പെരുമാട്ടി ഗ്രാമത്തിൽ ആ വിഷയം ദേശീയ തലത്തിന്റെ വിഷയമായി അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. ഉള്ള ലാഭം ഉണ്ടാക്കാൻ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമുള്ള അടിസ്ഥാനപരമായ വെള്ളം, ഗ്രൗണ്ട് വാട്ടർ ചൂഷണം ചെയ്യുവാനുള്ള ഈ നീക്കത്തെ തടയിടാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായ രംഗത്ത് വരും. വി.കെ. ശ്രീകണ്ഠൻ എം.പിക്കൊപ്പം എലപ്പുള്ളി മണ്ണുകാട്ടുകാരുടെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ ഉണ്ടാകുമെന്നും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എം.പി. പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം.എൽ.എ., ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ, നേതാക്കളായ കെ.വി. കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.